എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? 4K വന്നപ്പോഴത്തേക്ക് എങ്ങനെയുണ്ടായിരുന്നു? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. എല്ലാരും പൊളി, ഒരേ വൈബ്, പറയാൻ വയ്യ. സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട്? പറയാൻ വാക്കില്ലല്ലോ. എങ്ങനെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടായിരുന്നു? വേറെ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? വീക്ക് ലെവൽ അടിപൊളി. അന്നത്തെ അതേ എക്സ്പീരിയൻസ് തന്നെ. വർഷങ്ങൾ എത്രയായാലും പടത്തിന്റെ ഒരു എഫക്റ്റ്, സെയിം എഫക്റ്റ്. അടിപൊളി അടിപൊളി. നമ്മളിതുപോലെ ഒരു പല ആൾക്കാർക്കും തിയേറ്ററിൽ കാണാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഇന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ സാധിച്ചത് അത് തിയേറ്ററുകാർക്കും ഇത് സിനിമ ഇവിടെ ചെയ്യാണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട്. നല്ലൊരു ഇതായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ വർഷത്തിന് ശേഷം കാണുമ്പോൾ ക്ലിയറും സൗണ്ടൊക്കെ നന്നായിരുന്നു. എല്ലാവരും എന്റർടൈനിങ് ആയിരുന്നു. സൂര്യ ഫാൻ ആയതുകൊണ്ട് പുതിയ എക്സ്പീരിയൻസ് മാതിരി തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. ആ 4K വന്നപ്പോൾ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഭയങ്കര വൈബായിരുന്നു. പാട്ടൊക്കെ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭയങ്കര രസമായിരുന്നു. സൂര്യ ഫാൻസൊക്കെ കൂടി ഇരുന്ന് ഈ സിനിമ ഒന്നുകൂടി ഞാൻ ഇറങ്ങിയ പൈസ ഞാൻ ജനിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തിയേറ്റർ പോയി കണ്ടപ്പോൾ രസമായിരുന്നു. ഞാൻ ഈ സിനിമ തിയേറ്റർ കണ്ടില്ല. ഞാൻ ജനിച്ചിട്ട് ഉണ്ടായിരുന്നില്ല ഈ സിനിമ ഇറങ്ങിയപ്പോൾ. സോ ഇപ്പം അടിപൊളിയായിരുന്നു. എല്ലാവരും ഇവിടെ ഇരുന്ന് കാണുന്നത് രസമായിരുന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. കുറെ നാൾക്ക് ശേഷം നല്ലോണം ഒരു തിയേറ്ററിൽ വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? തിയേറ്ററിൽ നല്ല വൈബായിരുന്നു. നമ്മൾ പ്രതീക്ഷയിലും ഭയങ്കര രസമായിട്ട് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു പുതിയ പടം കാണുന്ന പോലെ തന്നെ കാണാൻ പറ്റി. ഇത് ടി വിയിലും അല്ലാതെയും മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ തിയേറ്ററിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. റീ റിലീസുകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയുടെ ഒരു പടം വന്നു, അടുത്ത സൂര്യയുടെ പടം വന്നു, ഇനി അടുത്ത ആഴ്ച വിജയുടെ അടുത്ത പടം വരുന്നുണ്ട്. ഇനി അടുത്ത ഏത് പടം കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഇതുപോലെ ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ദേവദൂതൻ അത് കണ്ടിട്ടില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അത് മണിച്ചിത്ര താഴെയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. താങ്ക് യു. തമിഴിൽ നിന്ന് ഏത് പടം വരുന്നു? സൂര്യയുടെ അടുത്ത ഏത് പടം കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്? സൂര്യയുടെ അടുത്ത് സില്ലിനൊരു കാതലോ അങ്ങനെ നമ്മൾ ചെറുതിലെ കാണാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പടം ഇത് പടം തന്നെ ഒരു ഫീൽ തന്നെയല്ലേ. പടം കൊള്ളാൻ കാണണം. നമ്മളെ പഴയ രീതിയല്ല, 4K മികവോടെ നല്ല രസമുണ്ട്. പിന്നെ യുവശങ്കറിന്റെ മ്യൂസിക് ഇതൊക്കെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രാവശ്യമുള്ള ഇത് വേറെ ഫാൻസ് ഒന്നും നോക്കാതെ കണ്ടു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ ഒരു പടമാണ്.